ongoing thing. പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Questions 1 to 5. Read the following excerpts from the anecdote, the best investment I ever made, and answer the questions that follow. A moment later, I was occupying the vacant chair beside them. Haltingly, he told me that this had been their first visit to America. It was not entirely a holiday trip. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. Afterwards, they had visited settlement houses in New York and other cities to study the methods employed in dealing with cases of backward, maladjusted, and delinquent youth. There was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. He was by profession a solicitor, but in addition to his practice at the courts, found time to act as director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of the law. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. Who had been making tour of the New England states? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ. മിസ്റ്റർ ജോൺ ആൻഡ് ഹിസ് വൈഫ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് മിസ്റ്റർ ജോൺസ് വിസിറ്റ് ടു ദ റിക്രിയേഷണൽ ക്യാമ്പ്സ്? അതിൻ്റെ ഉത്തരം, മിസ്റ്റർ ജോൺസ് വിസിറ്റ് വാസ് ടു സ്റ്റഡി ദ മെത്തഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ കേസ് ഓഫ് ബാക്ക്വേർഡ് maladjusted ആൻഡ് delinquent യൂത്ത്. ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വാസ് ഡിസാമിങ് അബൌട്ട് ദി നറേറ്റർ? His whole personality and genuine enthusiasm of Mr. John was disarming. ഇനി നാലാമത്തെ ചോദ്യം, what was John? How long had he been active in the field of youth welfare? ജോൺ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് ഈ ചോദ്യം. He was a solicitor and he had been active for 15 years in the field of youth welfare. ഇനി അഞ്ചാമത്തെ ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡിവൈഡ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻടു നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. തന്നിട്ടുള്ള ആ ഒരു സെൻറ്റൻസിനെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസുമാക്കി തിരിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ്, ഹി ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. ഇവിടെ നൗൺ ഫ്രേസ് ആയിട്ട് വരുന്നത് ഹി ആൻഡ് ഹിസ് വൈഫ് ഇതിൻ്റെ സബ്ജക്റ്റാണ്. ഇനി വെർബ് ഫ്രേസ് ആയിട്ട് വരുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമായ ഹാഡ് ബീൻ ആക്റ്റീവ് ഫോർ ദ പാസ്റ്റ് 15 years ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതുക. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പോയത്തിലെ വരികൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അതിലെ വരികളാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 6ാമത്തെ ചോദ്യം, വൈ ഡു ദ ബഡിംഗ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ? അതിൻ്റെ ഉത്തരം, ദി ബഡിംഗ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ to catch the breezy air. 7ാമത്തെ ചോദ്യം, what makes the poet feel to say that there was pleasure there? അപ്പോൾ the poet is feeling that there was pleasure because there is happiness in nature. 8ാമത്തെ ചോദ്യം, give an example each for personification and visual image from the given lines. ഇത് ശ്രദ്ധിക്കുക, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ 2 കാര്യങ്ങൾ എഴുതാനുണ്ട്. ഒന്ന് പേഴ്സോണിഫിക്കേഷൻ ഒരു ഉദാഹരണം, അതുപോലെ തന്നെ വിഷ്വൽ ഇമേജിനുള്ള ഉദാഹരണവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ നമുക്കിവിടെ ടു ക്യാച്ച് ദ ബ്രീസി എയർ. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനല്ലാത്ത ഒരു വസ്തുവിന് മനുഷ്യൻ്റെ സ്വഭാവ ഗുണഗണങ്ങൾ കൊടുക്കുന്ന ഒരു അലങ്കാരത്തിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ ബ്രീത്തിങ് അല്ലെങ്കിൽ എയർ, ടു ടേക്ക് ദ എയർ ഇൻസൈഡ്, അപ്പോൾ ആ ഒരു കാര്യം സാധാരണ മനുഷ്യരാണ് ബ്രീത്തിങ് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് ഈ ഒരു പൂക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് എഴുതാം, പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമായിട്ട് എഴുതാം. ടു ക്യാച്ച് ദ ബ്രീസി എയർ എന്നുള്ളത് വിഷ്വൽ ഇമേജായിട്ട് നമുക്ക് ബഡിങ് ട്വിഗ്സോ അല്ലെങ്കിൽ ഫാൻ എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി 9ാമത്തെ ചോദ്യം, കമൻറ്റ് ഓൺ ദ ലൈൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു വരിയുടെ പ്രത്യേകത എന്താണ്
എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാം. ദ പോയറ്റ് ഫീൽ സാഡ് അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ് ഹു ആർ ഡിസ്ട്രോയിങ് നേച്ചർ. ആ കാര്യം എഴുതാം. അതുപോലെ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് അല്ലിട്രേഷൻ. അപ്പോൾ ഇവിടെ മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ 3 തവണ എം എന്നുള്ള ശബ്ദം ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു കൺസണന്റ് സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് അല്ലിട്രേഷൻ എന്നുകൂടി എഴുതാം. ഇനി 10ാമത്തെ ചോദ്യം നമുക്കറിയാം 6 മാർക്കിൻ്റെ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയത്തിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. പോയത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്ക് അപ്രീസിയേഷനിൽ എഴുതാൻ കഴിയും. അടുത്ത ചോദ്യം 12 മുതൽ 17 വരെയുള്ള ചോദ്യം ഒരു അൺസീൻ പാസേജ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. The great advantage of early rising is the good start it gives in our day's work. The early riser has done a large amount of hard work before other men get out of bed. In the early morning, the mind is fresh and there are few sounds and distractions, so that the work done at that time is generally well done. In many cases, the early riser also finds time to take some exercise in the fresh morning air, and this exercise supplies him with a fund of energy that will last until the evening. By beginning so early, he knows that he has plenty of time to do thoroughly all the work he can expect to do, and is tempted to hurry over any part of it. He gets to sleep several hours before midnight, at the time when sleep is most refreshing, and after night sound rest. Early next morning, he is in good health and spirits for the labors of a new day. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഹൗ ഡസ് അവർ ഡേയ്സ് വർക്ക് ഗെറ്റ് അഫക്റ്റഡ് ബൈ ഏർലി റൈസിങ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എഴുതാം. എ പേഴ്സൺ ഹു വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഹി ഗെറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. ഹൗ ഈസ് വൺസ് മൈൻഡ് ഇൻ ദ ഏർലി മോർണിംഗ്? ഇൻ ദ ഏർലി മോർണിംഗ് വൺസ് മൈൻഡ് ഈസ് വെരി ഫ്രഷ്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് എക്സസൈസിങ് ഇൻ ദ മോർണിംഗ്? 14ാമത്തെ ചോദ്യം. Exercise gives a person a fund of energy that lasts until the evening time. 15ാമത്തെ ചോദ്യം. Do people get enough time to do their works if they rise early? Identify the phrase from the passage that supports it. 15ാമത്തെ ചോദ്യം ഈ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Yes, by the beginning so early he knows that he has plenty of time to do thoroughly all the work. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് പാരഗ്രാഫിൽ നിന്ന് തന്നെ നോക്കി എഴുതാവുന്നതാണ്. ഇനി 16ാമത്തെ ചോദ്യം. When do we get the most refreshing sleep? We get the most refreshing sleep several hours before midnight. 17ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ഗുഡ് സ്ലീപ്പ് ഓൺ എ പേഴ്സൺ? അത് നമുക്ക് പാരഗ്രാഫിൽ കാണാം. എ ഗുഡ് സ്ലീപ്പ് കീപ്സ് വൺ ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്. 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ 120 വേർഡ്സിൽ എഴുതാനുള്ള ചോദ്യമാണ്. 7 മാർക്ക് വീതമുള്ള ചോദ്യമാണ്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് 120 വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 പുറമാണ്. ഒരു പേജിൻ്റെ ഒരു സൈഡ് മുഴുവനും മറ്റേ സൈഡിൻ്റെ പകുതിയും വരെ എഴുതുക. 18ാമത്തെ ചോദ്യം. The homeopath had a strange experience of coming face to face with a full-blooded cobra. Imagine he narrates his experience to his friend. Write the likely narrative. ഇതൊരു നറേറ്റീവ് എഴുതാനുള്ള ചോദ്യമാണ്. അതിനാവശ്യമായ ഹിൻസ് അവിടെ തന്നിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം ഒരു റൈറ്റപ്പ് ആണ്. The movie industry has seen a lot of advancement with respect to the use of technology. Prepare a write-up on the topic technology and movie based on the memoir Project Tiger. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ടെക്നോളജി ആൻഡ് മൂവീസ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാനുള്ള ചോദ്യമാണ്. ഇത് എഴുതാൻ നമ്മളെ സഹായിക്കുന്ന ചില ഹിൻസ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു റൈറ്റപ്പ് എഴുതുക. 20ാമത്തെ ചോദ്യം. നാരേറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ദ സ്റ്റോറി ഓഫ് എ യങ് മാൻ ഹു ഫെൽ ഇൻ ടു അൺലോഫുൾ ഹാൻഡ്സ് ആൻഡ് ഈസ് മേക്കിംഗ് ആസ് എ സോളിസിറ്റർ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ anecdote ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നറേഷനാണ് ഇവിടെ. അതിനാവശ്യമായ ഹിൻസും കൊടുത്തിട്ടുണ്ട്. ഇനി 21ാമത്തെ ചോദ്യം. The boy in the story adventures in a banyan tree realized the need to conserve nature after living close to the trees. Imagine he decides to deliver a speech on the topic conservation of nature in school assembly. അപ്പോൾ പ്രകൃതി പരിപാലനത്തെക്കുറിച്ച് അസംബ്ലിയിലൊരു പ്രസംഗം നടത്താനാണ്. അപ്പോൾ ഒരു സ്പീച്ച് എഴുതുക. സ്പീച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റിലത്തെ ആ ഒരു സല്യൂട്ടേഷൻ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയകളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അതുപോലെ ആ പറയുന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങളും വ്യൂസും നമുക്കതിൽ ഉൾപ്പെടുത്താം. അവസാനം ഒരു നല്ലൊരു കൺക്ലൂഷനും കൂടി ഈ ഒരു സ്പീച്ചിൽ ഉണ്ടാവണം എന്നുള്ളത് കൂടി ഓർക്കുക.
ഇതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്പീച്ച് എഴുതുക. 22ാമത്തെ ചോദ്യം, വാങ്ക വാസ് എ വിക്ടിം ഓഫ് അട്രോസിറ്റീസ് ഇൻഫ്ലിക്റ്റഡ് ബൈ ഹിസ് എംപ്ലോയേഴ്സ് ആൻഡ് വാസന്റ് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. ഇമാജിൻ ഹി നറേറ്റ്സ് ഹിസ് സഫറിങ്സ് ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് അറ്റംപ്റ്റ് ദ ലൈക്ലി നറേറ്റീവ്. ഇതൊരു നറേറ്റീവ് എഴുതാനുള്ള ചോദ്യമാണ്. അത് വാങ്ക തൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു നറേഷനാണ് എഴുതേണ്ടത്. ഇതിനും ആവശ്യമായ ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു നറേറ്റീവ് എഴുതുക. 23 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾ 80 വേർഡ്സിൽ എഴുതാനാണ്. ഏകദേശം ഒരു പേജിൻ്റെ 3/4 ഭാഗം വരെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു പേജ് വരെ എഴുതാവുന്നതാണ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 23, ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി സ്നേക്ക് ആൻഡ് ദ മിറർ തോട്ട് ഹിംസെൽഫ് ടു ബി ആൻ എലിജിബിൾ ബാച്ചിലർ. ഇമാജിൻ ഹി ഷെയർസ് ഹിസ് റെസൊല്യൂഷൻസ് വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ത്രൂ എ ലെറ്റർ. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ് ഇവിടെ എഴുതേണ്ടത്. 24ാമത്തെ ചോദ്യം, ഇമാജിൻ സത്യജിത് റായ് വാണ്ടഡ് എ ഫ്യൂ സ്റ്റാൻഡ്-ഇൻസ് ഫ്രം ദ ഡിസ്നി സ്റ്റുഡിയോ ഫോർ വൺ ഓഫ് ഹിസ് മൂവീസ് ആൻഡ് റൈറ്റ്സ് എ ലെറ്റർ ടു ദ ഡയറക്ടർ ഓഫ് ദ സ്റ്റുഡിയോ ടു അറേഞ്ച് ദം ത്രൂ ദ ലെറ്റർ. റൈറ്റ്സ് ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ ഇവിടെ ഒരു ലെറ്ററാണ് എഴുതേണ്ടത്. അപ്പോൾ ആ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ എഴുതുക. ആദ്യത്തെ ലെറ്റർ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററാണ്. അത് ഇൻഫോർമൽ ലെറ്ററാണ്. രണ്ടാമത്തത് ഫോർമൽ ലെറ്ററാണ്. ഒരു ഓഫീസിലേക്ക് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഫോർമാറ്റിലുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കുക. 25ാമത്തെ ചോദ്യം, മിസ്റ്റർ ജോൺ വാസ് ഏബിൾ ടു ഗെറ്റ് ബാക്ക് ടു ഹിസ് നോർമൽ ലൈഫ് ആഫ്റ്റർ ഫേസിംഗ് എ ലോട്ട് ഓഫ് ട്രബിൾസ് ഇൻ ഹിസ് ഏർലി ലൈഫ്. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോൺ. ഇവിടെ ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടർ സ്കെച്ച്, മിസ്റ്റർ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. 26ാമത്തെ ചോദ്യം, ഇമാജിൻ യു ഗെറ്റ് എ ചാൻസ് ടു ഇൻ്റർവ്യൂ മിസ്റ്റർ ജോൺ ആൻഡ് നോ അബൌട്ട് ഹിസ് നോബിൾ ഇനീഷ്യേറ്റീവ് ഓഫ് ഹെൽപ്പിംഗ് ദ മലാഡ്ജസ്റ്റഡ് യൂത്ത്. ഫ്രെയിം സെറ്റ് ഓഫ് 6 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ മിസ്റ്റർ ജോണിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കണം. അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. 27ാമത്തെ ചോദ്യം, ഒരു പ്രൊഫൈൽ എഴുതാനാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രൊഫൈലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലുപയോഗിച്ചിട്ടുള്ള എല്ലാ ഹിൻസും ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഴുതുക. സെൻറ്റൻസ് കറക്റ്റായിരിക്കണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. 28 മുതൽ 36 വരെയുള്ള 9 ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു പേജിൻ്റെ പകുതി എഴുതുക. 60 വേർഡ്സാണ്. 28ാമത്തെ ചോദ്യം, ഗ്രാൻഡ് ഫാദർ കുഡൻറ്റ് ക്ലൈംബ് ട്രീസ് എനിമോർ ബട്ട് വാസ് എക്സ്ട്രീംലി ഹാപ്പി ടു സീ ഹിസ് ഗ്രാൻഡ് സൺ ലിവ് ക്ലോസ് ടു നേച്ചർ. ഇമാജിൻ ഹി കംപ്ലൈസ് ഹിസ് ഫീലിംഗ്സ് ഓഫ് ഹാപ്പിനെസ് ആസ് ഹിസ് ഡയറി എൻട്രി. ഇവിടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡയറി എൻട്രിയാണ് എഴുതേണ്ടത്. 29ാമത്തെ ചോദ്യം, ദ ടൈഗർ ദാറ്റ് ഹാഡ് ബീൻ ബ്രോട്ട് ഫോർ ഷൂട്ടിംഗ് പ്രാൻസ്ഡ് അറൗണ്ട് കോസിംഗ് എ ലോട്ട് ഓഫ് ട്രബിൾ. ഇമാജിൻ യു വർ വൺ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് ഹു ടോക്സ് അബൌട്ട് ദ എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്. റൈറ്റ് ദ ലൈക്ലി ഡയലോഗ്. അപ്പോൾ ഇവിടെ 29ാമത്തെ ചോദ്യം ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. 5 എക്സ്ചേഞ്ച് നമ്മൾ മിനിമം ഇവിടെ എഴുതണം. 5 എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ 10 വരികൾ ഉണ്ടാവണം. 30ാമത്തെ ചോദ്യം, ദ ബോയ് അണ്ടർസ്റ്റുഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ബൈ ലിവിംഗ് ക്ലോസ് ടു നേച്ചർ ആൻഡ് സ്റ്റാർട്ടഡ് എ പ്രൊജക്ട് നെയ്മഡ് പ്ലാന്റ് എ ട്രീ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഇമാജിൻ സച്ച് എ പ്രൊജക്ട് ബീങ് റിപ്പോർട്ടഡ് ഇൻ ലോക്കൽ ഡെയിലി. റൈറ്റ് ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. ഇവിടെ ഈ കുട്ടി ആരംഭിച്ച ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് വേണ്ടത്. ഇനി 31ാമത്തെ ചോദ്യം, ഇമാജിൻ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു സ്റ്റേജ് ദ പ്ലേ നെവർ നെവർ നെസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് ഇംഗ്ലീഷ് ഫെസ്റ്റ് ഇൻ യുവർ സ്കൂൾ. പ്രിപ്പയർ എ നോട്ടീസ് ടു ബി സർക്കുലേറ്റഡ് അമംഗ് ദ സ്റ്റുഡൻസ് ഫോർ ദ സെയിം വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ വകയായിട്ട് നെവർ നെവർ നെസ്റ്റ് എന്നുള്ള നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുന്ന ഒരു ചോദ്യമാണ് 31ാമത്തത്. ഇനി 32ാമത്തെ ചോദ്യം, വാങ്ക വാസ് എക്സ്ട്രീംലി സാഡ് ലിവിംഗ് എ ലൈഫ് ഓഫ് ആൻ ഓർഫൻ ഇൻ മോസ്കോ അണ്ടർ ഹിസ് മാസ്റ്റർ അലിയാഖിൻ. ഇമാജിൻ ഹി കമ്പൈൽസ് ഹിസ് ഫീലിംഗ്സ് ഓഫ് സാഡ്നെസ് ഓൺ എ പേപ്പർ ആസ് ഹിസ് തോട്ട്സ്. റൈറ്റ് ദ ലൈക്ലി തോട്ട്സ്. അപ്പോൾ ഇവിടെ വാങ്കയുടെ ചിന്തകളെക്കുറിച്ചാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ലാംഗ്വേജിൽ തന്നെ എഴുതുക. 33ാമത്തെ ചോദ്യം, സത്യജിത് റായ് ഫെൽറ്റ് റിലീവ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഷൂട്ടിംഗ് ഓഫ് ഹിസ് മൂവി അറ്റ് ബോറാൾ. ഇമാജിൻ ഹി റൈറ്റ്സ് ഹിസ് ഫീലിംഗ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ഹിസ് ഡയറി. അപ്പോൾ ഇവിടെ സത്യജിത് റായുടെ ഡയറി എഴുതാനുള്ള ചോദ്യമാണ്. 34ാമത്തെ ചോദ്യം, മാർത്ത ഓവർഹേർഡ് ഹർ ടീച്ചേഴ്സ് മിസ്റ്റർ ബൂൺ ആൻഡ് മിസ്റ്റർ സ്മിത്ത് ടോക്കിംഗ് അബൌട്ട് ദ ചേഞ്ച് ഇൻ പോളിസി വിത്ത് റെസ്പെക്ട് ടു ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അറ്റംപ്റ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ 2 ടീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ മിസ്റ്റർ ബൂണും അതുപോലെ മിസ്റ്റർ സ്മിത്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മിനിമം 5 എക്സ്ചേഞ്ച് നമ്മൾ എഴുതണം. 35ാമത്തെ ചോദ്യം, ദ ഡോക്ടർ അഡ്മൈർഡ് ഹിംസെൽഫ് ആൻഡ് ടുക്ക് സം എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ്. മെനി തോട്ട്സ് റിവോൾവ് അറൗണ്ട് ഹിസ് മൈൻഡ് അറ്റ് ദ മൊമെന്റ്. റീകളക്ട് ഹിസ് തോട്ട്സ് ആസ് ഹിസ് ഡയറി. അപ്പോൾ ഇവിടെ ഒരു ഡയറി എഴുതാനുള്ള ഒരു ചോദ്യമാണ്. ഡോക്ടറുടെ ഡയറിയാണ് എഴുതേണ്ടത്. 36ാമത്തെ ചോദ്യം, അഡോളസൻസ് ഇസ് എ ക്രൂഷ്യൽ പീരിയഡ് ഇൻ ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഷെയർ യുവർ വ്യൂസ് ത്രൂ എ പാരഗ്രാഫ് കീപ്പിംഗ് ഇൻ മൈൻഡ് മിസ്റ്റർ ജോൺ ഹു ഹാഡ് ഫാളൻ പ്രേ ടു
The unlawful means during the crucial phase of his life as shown in the anecdote the best investment I ever made. അപ്പോൾ ഈ 36-ാമത്തെ ചോദ്യം ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ വ്യൂസ് ഇതിനെക്കുറിച്ച് മിസ്റ്റർ ജോണിനെ കുറിച്ചും അതുപോലെ ഈ അഡോളസെൻസ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരിൽ വരുന്ന മാറ്റങ്ങൾ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീവിതത്തിൽ വരാവുന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. 36-ാമത്തെ ചോദ്യം. 37-ാമത്തെ ചോദ്യം മുതൽ 42 വരെയുള്ള ചോദ്യങ്ങൾ ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് 2019 ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചിൻ്റെ ഒരു ഡേറ്റാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കളിയിൽ രാജ്യങ്ങളുടെ പേര്, രണ്ടാമത്തേതിൽ ടെസ്റ്റ് മാച്ചുകളുടെ എണ്ണം, മൂന്നാമത്തെ കളിയിൽ ODI അല്ലെങ്കിൽ വൺ ഡേ ഇൻ്റർനാഷണൽ, അടുത്ത കളിയിൽ T20 നടന്ന മത്സരങ്ങളുടെ എണ്ണം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് കൺട്രി പ്ലേഡ് ദ മാക്സിമം നമ്പർ ഓഫ് ODIs? ഏറ്റവും കൂടുതൽ വൺ ഡേ ഇൻ്റർനാഷണൽ കളിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കളിയിൽ നോക്കാം. 30, 24, 28, 26, 22. ഏറ്റവും കൂടുതലുള്ളത് 30ആണ്. ആ രാജ്യത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം ഇന്ത്യ. 38-ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ സിമിലാരിറ്റി ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് റെസ്പെക്ട് ടു ടെസ്റ്റ് മാച്ചസ് പ്ലേഡ് ബൈ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടെസ്റ്റ് മാച്ചസ്, അതിലുള്ള സിമിലാരിറ്റി, സാമ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും കോളങ്ങളും നോക്കണം. ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യ 15 ടെസ്റ്റ് മാച്ച് കളിച്ചിട്ടുണ്ട്. ശ്രീലങ്കയും 15 ടെസ്റ്റ് മാച്ചാണ് കളിച്ചത്. അതുപോലെ വൺ ഡേ ഇൻ്റർനാഷണൽ ഇന്ത്യ 30ഉം ശ്രീലങ്ക 26ഉമാണ്. T20 25ആണ് ഇന്ത്യ, ശ്രീലങ്ക 27ആണ്. അപ്പോൾ ഇവിടെ സിമിലാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് മാച്ചിലുള്ളതാണ് രണ്ടും 15 വരുന്നത്. അപ്പം ബോത്ത് ഓഫ് ദം ഹാവ് പ്ലേഡ് ഈക്വൽ നമ്പർ ഓഫ് ടെസ്റ്റ് മാച്ചസ്. അതാണ് അവിടുത്തെ സിമിലാരിറ്റി. 39-ാമത്തെ ചോദ്യം. ഹൗ മെനി മാച്ചസ് ഇൻ ടോട്ടൽ ഡിഡ് പാകിസ്ഥാൻ പ്ലേ ഇൻ ദ ഇയർ 2019? 2019 പാകിസ്ഥാൻ എത്ര മാച്ച് ആകെ കളിച്ചു എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പാകിസ്ഥാൻ്റെ കളിയിൽ നോക്കണം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ടോട്ടൽ കിട്ടുകയും വേണം. അപ്പോൾ നമ്മുടെ ഈ ഡാറ്റ അനുസരിച്ച് പാകിസ്ഥാൻ ടെസ്റ്റ് മാച്ച് 12 എണ്ണം കളിച്ചിട്ടുണ്ട്, വൺ ഡേ ഇൻ്റർനാഷണൽ 22 എണ്ണം, T20 25. അപ്പോൾ ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്യുന്ന സംഖ്യയായിരിക്കും നമുക്ക് ടോട്ടൽ കളിച്ച ഇതിൻ്റെ എണ്ണം. അപ്പോൾ ഇവിടെ 12 + 22 + 25 59 എന്നാണ് ആൻസർ കിട്ടുക. 40-ാമത്തെ ചോദ്യം നോക്കുക. ഐഡൻറ്റിഫൈ ദ യൂറോപ്യൻ കൺട്രി എമംഗ് ദി എബവ്. ഇതിലുള്ള യൂറോപ്യൻ കൺട്രി ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ശ്രീലങ്ക, പാകിസ്ഥാൻ. ഇതിൽ ഇംഗ്ലണ്ടാണ് യൂറോപ്പിലുള്ള രാജ്യം. 41-ാമത്തെ ചോദ്യം. വിച്ച് ആർ ദ നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ ദാറ്റ് ആർ എൻലിസ്റ്റഡ് ഇൻ ദ ഗിവൻ ടേബിൾ? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇവിടെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 41-ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ശ്രീലങ്ക, പാകിസ്ഥാൻ 2 എണ്ണം എഴുതാം. 42-ാമത്തെ ചോദ്യം. ഹൗ മെനി ഇൻ്റർനാഷണൽ T20 മാച്ചസ് ഡിഡ് ഓസ്ട്രേലിയ പ്ലേ ഇൻ ദ ഗിവൺ ഇയർ? ഓസ്ട്രേലിയ എത്ര T20 മാച്ചസ് കളിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ എന്നുള്ള ആ ഒരു കോളത്തിൽ നമ്മൾ നോക്കുക. അവിടെ T20 22 ആണ്. അപ്പോൾ 22 ആണ് കറക്റ്റായ ആൻസർ. 43-ാമത്തെ ചോദ്യം. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. ജാക്ക് ആൻഡ് ജെയിൻ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ജാക്ക്. വൈ ഡു യു വറി അബൌട്ട് ദി ഇൻസ്റ്റാൾമെൻറ്റ്സ്? ആൻഡ് ജെയിൻ. ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബ്വിയസ് ഓൺ മൈ പാർട്ട് ഡാഷ്. അവിടെ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്കാണ് എയിൽ വരുന്നത്. അപ്പം നമുക്കറിയാം അതൊരു ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ അവിടെ വേണ്ടത് ഈസിൻറ്റ് ഇറ്റ് എന്നാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഈസിൻറ്റ് ഇറ്റ് എന്നാണ്. രണ്ടാമത്തത് ജാക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് ജെയിൻ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് ജാക്ക് വി ജസ്റ്റ് മാനേജ് ഇറ്റ് എനി ഹൗ വിത്ത് ദ റിസോഴ്സസ് വി ഹാവ്. അപ്പോൾ അവിടെ ഒരു ചോദ്യമാണ് വരേണ്ടത്. അപ്പോൾ ഹൗ ഡു യു മാനേജ് ദ സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം നമുക്കവിടെ കൊടുക്കാം. ഇനി അതിനുശേഷം സി വരുന്നത് ആൻഡ് ജെയിൻ വീണ്ടും എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ജെയിൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് സി എന്നുള്ള ഇതിൽ വരിക. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനാണ് വരേണ്ടത്. അതിൻ്റെ ആൻസർ യെസ് ഇറ്റ് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് എൻഡ്സ് മീറ്റ്. അപ്പോൾ ഇവിടെ ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് ദി എൻഡ്സ് മീറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് ഇവിടെ സിയിൽ വരിക. കാരണം അതിൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ്സിലാണ്. ഇനി ആൻഡ് ജെയിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇഫ് യു കണ്ടിന്യൂ ലൈക്ക് ദിസ് ഡാഷ്. ഇതൊരു ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൻ്റെ ഭാഗമായ സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൾ, ക്യാൻ, മേ, എനി ഓഫ് ദിസ് പ്ലസ് V1 എന്നുള്ള ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് യു കണ്ടിന്യൂ ലൈക്ക് ദിസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ലീവ്.
അങ്ങനെ അതിന് ചേരുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്ക് ഇവിടെ എഴുതാം. ഇനി അതിനുശേഷം ജാക്ക് പറയുന്നുണ്ട്, യു ഡോണ്ട് വറി, വി ആർ ഹാപ്പി വിത്ത് എവറിത്തിങ്. ആൻഡ് ജെയിൻ, യു ഹാഡ് ബെറ്റർ ഡാഷ്. അവിടെ ഹാഡ് ബെറ്റർ ആണ്. ഹാഡ് ബെറ്ററിന് ശേഷം V1 ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് യു ഹാഡ് ബെറ്റർ ലിവ് അക്കോർഡിംഗ് ടു യുവർ ഏർണിങ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് അവിടെ കൊടുക്കാം. അപ്പോൾ ജാക്ക് പറയുന്നുണ്ട്, ലെറ്റ് മീ സീ. ആൻഡ് ജെയിൻ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് ഓക്കെ എന്നോ അല്ലെങ്കിൽ ബൈ ബൈ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എഴുതാം. അല്ലെങ്കിൽ ഐ വിൽ സീ യു നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ഹോം നൗ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതിയാൽ മതിയാവും. 44ാമത്തെ ചോദ്യം ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉള്ള ഫ്രേസൽ വെർബുകൾ പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ് സഹിക്കുക എന്നുള്ള അർത്ഥം, കോൾ ഫോർ എന്ന് വെച്ചാൽ ആവശ്യപ്പെടുക, സെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ ഒരു യാത്ര ആരംഭിക്കുക, ഗിവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, കോൾ ഓൺ എന്ന് വെച്ചാൽ സന്ദർശിക്കുക, വിസിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഇവിടെ മാറ്റേണ്ട വാക്കുകൾ വിസിറ്റഡ്, ബിഗാൻ ഹിസ് ജേർണി, ടോളറേറ്റ്, സറണ്ടർ. അപ്പോൾ വിസിറ്റഡ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കോൾഡ് ഓൺ എന്നുള്ളത് ഉപയോഗിക്കാം. ബിഗാൻ ഹിസ് ജേർണി എന്നുള്ളത് സെറ്റ് ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ടോളറേറ്റ് എന്നുള്ളതിന് പുട്ട് അപ്പ് വിത്ത് ആണ്. സറണ്ടർ എന്ന് വെച്ചാൽ ഇവിടെ ഗിവ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബും ഉപയോഗിക്കാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എറർ കറക്ഷൻ ആണ്, എഡിറ്റിംഗ് ആണ്. വൺ ഡേ വി വിസിറ്റഡ് ഫിദേഷ് ഹൗസ്, വി ഗോ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പാരഗ്രാഫ് പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത്. അപ്പോൾ വി വെൻറ്റ് എന്നാണ് ആദ്യത്തെ വരിക. ദെയർ ടു നോ മോർ അബൌട്ട് ഹിസ് ലൈഫ് ആൻഡ് ഹിസ് ഫാമിലി. അക്കോർഡിംഗ് ടു മൈ മദർ ഹി വാസ് വെരി പുവർ ആൻഡ് വാസ് ലീഡ് എ പത്തറ്റിക് ലൈഫ്. അവിടെ ലീഡല്ല, ലീഡിങ് എന്നുള്ള ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വെൻ വി റീച്ച്ഡ് ദെയർ ഫിദേഷ് മദർ, ഇവിടെ ദെയർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് ഈ സ്പെല്ലിംഗ് അല്ല, ദെയർ എന്നുള്ളത് THERE എന്നുള്ള ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഫിദേഷ് മദർ ഗ്രേറ്റഡ് അസ്, ഇവിടെ വാം എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഇവിടെ ഗ്രേറ്റഡ് അസ് വാംലി, അവിടെ അഡ്വേർബ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഷീ ഷോഡ് അസ് എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺഡ് ബാസ്ക്കറ്റ്. ഇവിടെ ബ്യൂട്ടിഫുള്ളി എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. BEAUTIFULLY, 2 L ഇവിടെ വേണം, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അത് കറക്റ്റ് ചെയ്യുക. ദാറ്റ് ഫിദേഷ് ബ്രദർ ഹാഡ് മെയ്ഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്.